ഷോപ്പിനകത്ത്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു. ആണോ? വെറുതെ ഇടി ഉണ്ടാക്കുമായിരുന്നു. ശരിക്കും കുറച്ചുകൂടി പരിപ്പളക്കണൊക്കെ ഒതുക്കാം. എന്താപ്പാ വീട് മാറിയിട്ടൊന്നുമില്ലല്ലോ. എന്താ അങ്ങോട്ടൊക്കെ നോക്കണം? അതല്ല, സത്യം പറഞ്ഞ ഈ പൂഞ്ചിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പൊ മനസ്സിലായില്ലേ ഞാനുള്ളതിന്റെ ഗുണം? വാട്ട്? അതെന്താ അങ്ങനെ ഒരു ടോക്കില്ല അച്ചു? എന്തേ? ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തത് ഞാനും കൂടിയല്ലേ? പാപ്പവും ഉണ്ടായിരുന്നു, പക്ഷെ പപ്പനെ രക്ഷിക്കണം എന്ന് ആദ്യം പറഞ്ഞത് ഞാനല്ലേ. ഇപ്പൊ തർക്കിക്കണ്ട, എന്തായാലും പോയായിരിക്കും സെറ്റ് ആയല്ലോ. നിങ്ങളെ എന്നെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ? അയ്യോ കരയോ പപ്പ? അല്ല, ഇതിനൊക്കെ ഞാൻ ഇനി എങ്ങനെ പ്രതിവാരം ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഞാൻ ഒരു കട്ടൻ ചായ ഇട്ട് തരട്ടാം. കട്ടൻ ചായ ഒന്നും വേണ്ട പപ്പ. പപ്പയ്ക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഈ മാസത്തിൽ തരുന്ന വാടക ഒന്ന് ഒഴിവാക്കി തന്ന ഭയങ്കര ഉപകാരമായിരിക്കും. അവൾക്കില്ലെങ്കിൽ എനിക്ക് ചെയ്ത് തന്നു. പുര കത്തുമ്പം തന്നെ വാഴ വെട്ടണോ അല്ലേ? തൽക്കാലം കട്ടൻ ചായ മതി. വേണ്ട. പിന്നെ ഇപ്പൊ നമുക്ക് ആ ഡമ്മി പൗഡർ ഉണ്ടാക്കാൻ സഹായിച്ച കുട്ടി ഉണ്ടല്ലോ, മാലിനി, അവളെ ഒന്ന് ഇവിടെ താമസിക്കും. ആയിക്കോട്ടെ, അതിനെന്താ? ആണോ? നമ്മളെ സഹായിച്ച ആളല്ലേ? അതെ, ഞാൻ നമ്മളുണ്ടാവേ. ബായ്. പപ്പ അവളിവിടെ താമസിപ്പിക്കണ്ട, പ്രത്യേകിച്ച് എന്റെ റൂമിൽ ഒട്ടും പറ്റൂല. വേണ്ട, നിന്റെ റൂം വേണ്ട, വേറെ എത്രയോ റൂമുണ്ട്, അതിലായിക്കോട്ടെ. അപ്പൊ ഞാൻ പറയണൊന്ന് കേക്ക്. അവളിവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മളെല്ലാരും പട്ടിണിയിലാവും. ആ കൊച്ചിന്റെ വയറ്റിൽ കൊക്കപ്പുഴ എന്തോ ഉണ്ട്, അതെല്ലാം തിന്നു തീർക്കുന്നേ. നമുക്ക് നോക്കാം. വേണ്ട പപ്പ, നമുക്ക് നോക്കാം മോളെ, നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. വഴി കൂടെ പോണവരൊക്കെ എന്തിനാ ഇവിടെ കയറി താമസിപ്പിക്കും? പാപ്പുവിന്റെ ഒരു കാര്യം വെച്ചിട്ടുണ്ടടി. ശേഷം വരെ നോക്കിയാ. ശരി സാറേ. ആരുടെ ഈ ബാഗ്? അറിയില്ല സാറേ, നേരത്തെ കയറി ആരെങ്കിലും ആയിരിക്കും. നീ അവരെ എവിടെയാണ് വിട്ടത്? കുറച്ചപ്പുറമാണ് സാറേ. അവരുടെ വീട്ടിലേക്ക് തന്നെ പോട്ടെ വണ്ടി. ഞാൻ സാറേ ബാഗ് കൊടുക്കാനായിരിക്കും അല്ലേ? അതെ. നല്ല സാറാട്ടാ. നീ എന്താ ഇവിടെ കിടക്കുന്ന? കട്ടിലുള്ളോണ്ട്. കട്ടിലുള്ളോണ്ടോ? എവിടെ കട്ടിലാണ്ടാലും കയറി കിടക്കോ? കിടക്കും. ആണോ? ഈ ഫർണിച്ചർ ഷോപ്പിന്റെ ഫ്രണ്ടിലൊക്കെ കിടക്കുന്ന കട്ടിൽ, അതിനകത്തും കിടക്കോ? കിടക്കും. ഐ ലവ് കട്ടിൽ. ഓ യു ലവ് കട്ടിൽ, ബട്ട് ദിസ് ഈസ് മൈ കട്ടിൽ. ഇറങ്ങി പോടി. സോ വാട്ട്? ഞാൻ പോവില്ല. പോകില്ല? മാന്യമായിട്ടാണ് ഇപ്പൊ പറഞ്ഞത്, വേണമെങ്കിൽ പോകാം. താൻ എന്തിനാ കുട്ടി എന്റെ അടുത്ത് ഇങ്ങനെ റൂഡായി പെരുമാ? കാരണം ഞാൻ റൂഡ് ആയോണ്ട്. ഇറങ്ങി പോടി. ഞാൻ പോവില്ല. നാഗവല്ലി കൂടി തോന്നുന്നു. എന്താ ലച്ചു നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, നിനക്കല്ല പ്രശ്നം. പിന്നെ എന്തിനാ ഈ പെങ്കുച്ചിന് എന്റെ റൂമിൽ കയറി താമസം? അവൾക്ക് ഈ റൂം ഇഷ്ടമായതുകൊണ്ട് വന്ന് കിടന്നല്ലേ, ഇനിയിപ്പോ എന്താ? എന്നെ എനിക്ക് ഇഷ്ടമല്ല, വേഗം വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ നോക്കും. എന്നെ എന്താ ലച്ചുവിന് ഇഷ്ടമല്ലാത്ത? എന്ത് ക്യൂട്ടായിട്ടാ പറയുന്നത്. പിന്നെ എന്ത് ഇഷ്ടമല്ലാത്തന്നാ ചോദിക്കാണ്ടും പറയാണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച ഉപ്പമാവെടുത്ത് വെട്ടി വിഴുങ്ങിട്ട് പറയണില്ലെന്നോ. നിനക്കൊക്കെ ഇനിയും എന്റെ ബുദ്ധി ആവശ്യം വരും. അയ്യോ, എനിക്കൊരു ബുദ്ധിയുടെ ആവശ്യമില്ല, പോകാൻ നോക്കും. എന്റെ ലച്ചു, എന്താ നിന്റെ പ്രശ്നം? നിന്റെ ഉപ്പുമാവാണോ? നിനക്ക് ഞാൻ വേണമെങ്കിൽ ഒരു ചെമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം. നീ ഒരു ചെമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിയ പോലെ ആവും. ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെന്നറിയോ? എന്റെ പൊന്നെ, അവള് ഇവിടെ വന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിട്ടല്ലേ. എന്നിട്ട് ഇങ്ങനെ ഒരു ഫുഡിന്റെ കാര്യം പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ ലച്ചു? ആവശ്യം കഴിഞ്ഞല്ല, പറഞ്ഞു വിടാൻ നോക്ക്, പറഞ്ഞു വിടാൻ നോക്ക്. ഇത് നാണക്കേടാണ്. അയ്യോ പൊന്നു മോളെ, നീ ഇത് തന്നെയല്ലേ? നീ ഇങ്ങനെ നിർത്താറുണ്ട് ആരെങ്കിലും? ഒന്ന് കൂളായ ലച്ചു. എന്താ നിന്റെ പ്രശ്നം? ഒന്ന് കൂളാവും. റിലാക്സ്. എനിക്ക് ഒട്ടും മനസ്സിലത് പിള്ളേർ ഇഷ്ടമല്ല. ഇഷ്ടമല്ല. അതാണോ നിന്റെ പ്രശ്നം? ശരി. എന്തൊരു സൗണ്ട്? എന്താ മോളെ? ഞാനൊരു മൂഡ് സ്വിംഗ് ഉള്ള കുട്ടിയാ. എന്റെ മൂഡ് ഇവള് സ്വിംഗ് ആക്കി. നോക്കിക്കോ, ഇവളുടെ പേര് എഴുതി വെച്ച് ഞാൻ ചത്ത് കളയും. അയ്യോ,
അങ്ങനെയൊന്നും ചെയ്ത് കളയല്ലേ ലച്ചു. സോറി പറ. എന്റെ പട്ടി പറയും അവൾക്ക് മൂഡ് സ്വിംഗ് ഉണ്ടെന്ന്. എനിക്കും ഉണ്ടാ പറഞ്ഞ സാധനം. ഇറങ്ങി പോവാൻ പറ. അയ്യോ ലച്ചു പോയേ. ആരെയും കാണാനില്ലല്ലോടാ. വീട്ടാരെ വീട്ടാരെ ഹലോ അറിയില്ലേ പോലീസിനെ വിളിച്ചോളൂ. സാറിന് നിങ്ങളെ കാണുന്നു. എന്താ സാറേ കാര്യം? നീയൊക്കെ ഈ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായടാ? എന്ത് കച്ചവടം സാറേ? ഡ്രഗ്സിന്റെ കച്ചവടം. ഡ്രഗ്സാ? ആ, എനിക്ക് ആ പരിപാടിയൊന്നുമില്ല സാറേ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു പട്ടാളക്കാരനാണ്. നിനക്ക് ആ പരിപാടിയൊന്നും ഇല്ലാണ്ടാണ് ഇവന്റെ കാറിൽ നീ ഡ്രഗ്സ് കടത്തിയത്. പിന്നെ ഇതെന്താടാ? എന്റെ പൊന്നു സാറേ, ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. രണ്ടുപേരെ ഞാൻ കൊടുക്കും. അയ്യോ സാറേ, എന്റെ പൊന്ന് സാറേ, ഇയാളെ രാവിലെ കൊണ്ടൊന്ന് വണ്ടിയിൽ ബാഗ് വെച്ച് ഞാനല്ലേ എന്റെ പൊന്ന് സാറേ, ഞാൻ പാവോട് സാറേ, ഇയാളെ പറയണോ സാറേ? എനിക്കൊന്നും അറിഞ്ഞൂടാ സാർ. ഞാൻ കട്ടിപ്പോയില്ല സാറേ. എനിക്ക് ഞാൻ സാറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നിന്നെ ഞാൻ ശരിയാക്കി തരാം. വാടാ, നിന്റെ മുറി കാണിക്കടാ. പറയണോ? താരൊക്കെ എന്തിനാണ് എന്റെ നെഞ്ചത്തേക്ക് കയറണ? എല്ലാം കൊണ്ട് ഇന്നടിച്ചു നടന്നത് ഞാൻ അതേ ഒറ്റ കൊണ്ടെടുത്ത് കാർ ഓടിച്ചു നടക്കണം. എനിക്കൊക്കെ ദൈവം ചോദിക്കണം. കൊണ്ടാറണ ഇപ്പൊ ഇവിടെ കൊണ്ടുവരും. ഓ സാറേ പോലെ ഞാനല്ല, ഞാനല്ലോ ഒന്നുമില്ലേ. ഇവന്മാരെല്ലാം കൂടെ തല്ലിപ്പിടിച്ചോണ്ട് കൊണ്ട് പോകണം. സാർ, സാറേ, സാറേ ഞാനല്ല സാറേ. സാർ, ഇതെന്ത് ഞൊണ്ടണത്? കാല് വെച്ചിയാ ചവിട്ടിപ്പോ. അതെ, ഷർട്ടൊക്കെ തരും. ഇപ്പൊ തരണോ? ഇപ്പൊ വേണ്ട, കഴുകി ഉണക്കി അയൺ ചെയ്തിട്ട് തന്നു. കഴുകി ഉണക്കി. ഓക്കെ, Yeah. അയൺ ചെയ്തിട്ടല്ലല്ലോ എനിക്ക് തന്നത്. ഞാൻ അയൺ ചെയ്തിട്ട് തന്നത്. അല്ലല്ലോ. ആണ്. ആ, മോളെ കൂടുതൽ ജാട ഇറക്കല്ലേ. മോൾക്ക് ഞാൻ കഴുകി വേണമെങ്കിൽ ഉണക്കി തന്നേക്കാം, അതെന്റെ മര്യാദ. പക്ഷെ ഈ അയൺ ചെയ്യല് നടപടി. നീ എന്തെങ്കിലും ചെയ്തിട്ട് താ. പേടിക്കൊന്നും വേണ്ട, കഴുകിത്ത. ഓടരുത്. ഞാൻ സത്യമായിട്ടും നിരപരാധി ഒന്നും ചെയ്തിട്ടില്ല. സാറേ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ല. എന്ന് തുടങ്ങി ഇതിന്റെ ഉപയോഗം ഈ ഡ്രഗ്സിന്റെ. സാറേ, അതെന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്തൊക്കെ സാറേ സാധനം അത്? സാറേ, പിള്ളേരൊന്നും ചെയ്യരുത്. അവര് പാവമാണ്. അവരെ വെറുതെ വിടണം. ആ കുറ്റം നീ ഏക്കോ? ഞാൻ ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എന്നെ വെറുതെ വിടണം. നിങ്ങൾ ഓരോരുത്തരെയും സ്റ്റേഷനിൽ ഞാൻ കൊണ്ട് അറസ്റ്റ് ചെയ്യും. അതിന് സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല. ദേ ഇവളും ഇയാളും കൂടി അതെല്ലാം ചെയ്തത്. അവളെ മീൻ സാർ, ഞാൻ എന്നെ വെറുതെ വിടണം സാറേ. ഞാൻ പാവം. പ്ലീസ് പ്ലീസ് സാറേ, എന്തിനാണ് സാറേ? വേണ്ട സാറേ. സാറിനൊന്ന് വിളിക്കട്ടെ. പോലീസ് ഗോ ബാക്ക്, പോലീസ് ഗോ ബാക്ക്. പോലീസിന്റെ അരാജകത്വം അവസാനിപ്പിക്കുക. എനിക്ക് ഇഷ്ടല്ല പോലീസിനെ. അപ്പന്റെ പുതിയ ഇറക്കുമതിയാ. എല്ലാവർക്കും ചെയ്തോണ്ട് പോയാലോ? ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഇനി ഒന്നും ചെയ്യണ്ട. എല്ലാം ചെയ്തില്ലേ? അയ്യോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയ്യോ, കിടപ്പോട്ട് ഞാൻ എന്ത് ചെയ്യും ദൈവമേ? പപ്പ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പോലീസുകാരനെ ഇയാളുടെ വണ്ടി കേട്ടിട്ട് എവിടെയും കൊണ്ട് കളയാം. എന്തോന്ന് കൊച്ചാ ഈ പറയണത്? കൊണ്ട് കളയാൻ വേണ്ടി പട്ടിക്കുട്ടിയെ പൂച്ചക്കുട്ടിയല്ലാണ്. ഒരു മനുഷ്യനല്ലേ, അതും പോലീസാണ്. പിന്നെ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നിങ്ങൾ എന്താന്ന് വെച്ചാ ഞാൻ പോണേന്ന്. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. തീരെ പിടിച്ചോടുന്നത്. നേർക്ക് എന്തെങ്കിലും സംഭവിച്ചാ എല്ലാത്തിനും ഉത്തരവാദിയാണ്. ഞാൻ എന്ത് ചെയ്യാനാണ്? എടുക്കാൻ പറ. ഒരു കാര്യം ചെയ്താലേ? എനിക്ക് പെട്ടെന്ന് ഒരു ഐഡിയയും കിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും. എന്തായാലും എട് ചെയ്യുവാ. നോക്ക്, വണ്ടി കയറ്റി. ഇവിടെ ഉണ്ടടാ, തൊപ്പിയോടാ.
പിടിച്ചെടുത്ത് തറ നില്ലേ അയ്യോ അയ്യോ സൂക്ഷിച്ചു കൊണ്ടോണേ. വേണ്ടല്ല നീ സൂക്ഷിച്ചോ ഞാൻ പറഞ്ഞോണ്ട് നിനക്ക് മന്ത്രി നടക്കാൻ വെച്ചിട്ടുണ്ട് വെളിയിൽ പോ സൂക്ഷിച്ചോ അപ്പോ വളർന്നേ ഒരു കുഴപ്പമായിട്ടില്ല. എന്തായി കാണുമോ ആവോ. പപ്പൻ എവിടെയായിരിക്കും? അന്ന് ഞാനും ആലോചിക്കുന്നു. അതെ ഈ പോലീസ് അങ്ങനെ ഇങ്ങോട്ട് കയറി വരുമോ? ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുങ്ങുവേ. അത് സ്ഥിരം പരിപാടിയല്ലേ. ഇത്തവണ നീ മുങ്ങാൻ നോക്ക്, ബാക്കി കാണാം. സമാധാനം കിട്ടണില്ലല്ലോ ലച്ചു. അതെ എന്തായി കാര്യങ്ങള്? എന്താവാൻ, എല്ലാം നീ കാരണമല്ലേ ഇപ്പൊ സംഭവിച്ചത്. എന്നിട്ട് എന്തായി കാര്യങ്ങളൊന്നും? അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആ യൂണിഫോമും പോലീസുകാരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരും. ആണോ? എന്തിനാ നീ വെറുതെ പോലീസുകാരെ തലക്കിട്ടടിക്കാൻ പോയത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്തേ. പാപ്പു, ഇതിനി ഒരു നിമിഷം പോലും ഇവിടെ വയ്ക്കരുത്. വേഗം പറഞ്ഞു വിട്ടോണം. ഉള്ള വള്ളികൾ മൊത്തം പിടിച്ചോണ്ട് വരും. എനിക്കെങ്ങും വയ്യ താങ്ങാൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്ത്. എന്നിട്ടിപ്പൊ ഞാൻ പറഞ്ഞില്ല ബാക്കി. നിങ്ങളൊന്ന് മിണ്ടാണ്ടിരിക്കോ? തല്ലൂടാണ്ട് മലയിൽ തന്നെ മനുഷ്യനോട് ടെൻഷൻ അടിച്ചിട്ടിരിക്കുക. എവിടെയാണ് ഓർമ്മ? പപ്പ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? എന്തായി പപ്പ പോയിട്ട്? എന്താവാൻ? ഞാൻ അവിടെ പോയി ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഓഫീസേഴ്സിന് വിവരിച്ചു കൊടുത്തു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാനൊരു മിലിറ്ററി ഓഫീസറാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ തിരിച്ചെടുത്തുള്ള ബഹുമാനവും കൂടി അതിനുള്ള ആദരവ് അവർ പ്രത്യേകിച്ച് തരികയും ചെയ്തു. ഞങ്ങളോട് ടെൻഷൻ അടിച്ച് പൊണ്ടാറടങ്ങിയിരിക്കുന്നു. എന്തിന്? ഞാനല്ലേ പോയത്, പിന്നെ എന്തിന് നിങ്ങൾ ടെൻഷൻ അടിക്കണം? എല്ലാം പറഞ്ഞ് സോൾവ് ചെയ്തല്ലേ? നിങ്ങളാളൊരു കോൺവിൻസിങ് സ്റ്റാർ തന്നെ. എന്തൊരു പപ്പ? എന്തൊക്കെ അവിടെ ഒന്നും തൊടല്ലേ. എന്താ എന്നെ അവന്മാർ അടിച്ചു പുറം പൊളിച്ചു. നിങ്ങൾക്കറിയാമോ? ഇങ്ങോട്ട് നോക്ക്. ഞാനവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അവരെല്ലാരും കൂടി എന്നെ അടിക്കിടന്റെ ഇടയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഒരു പട്ടാളത്തുകാരനാണ്. അപ്പൊ ഒരു പോലീസുകാരെ ചോദിക്കണം പട്ടാളത്തുകാരനാണ് ആ പൊടി വെക്കണെന്ന് പറഞ്ഞു എന്നെ കുറിച്ച് നിർത്തി എന്നെ കൂപ്പിട്ടിടിച്ച്. നിങ്ങളുടെ എല്ലാവരുടെ കൂടി ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇനി ഇങ്ങനെയുള്ള അവസ്ഥയിൽ എവിടെയെങ്കിലും പെട്ടുപോയ ദേവേദി എന്നെ നിങ്ങൾ രക്ഷിക്കാൻ പറയല്ലോ പൊന്നേ. എന്ത് മോട്ടം വെള്ളം ചൂടായിക്കൊണ്ടോ.